ഇന്ന് നമുക്കൊപ്പം അതിഥി എത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മട്ടന്നൂരിന്റെ പ്രിയപ്പെട്ട എംഎൽഎയുമായ ശ്രീ വി കെ സനോജാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ വി കെ സനോജ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരത്തെ കഴിഞ്ഞ ഇപ്പം ലാസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അങ്ങ് സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ MLA ആണ്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് ഹലോ മലയാളത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ അഭിനന്ദനങ്ങൾ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. ഇനി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എന്നതിനും അപ്പുറം ഉത്തരവാദിത്തം കൂടുകയാണ്. മണ്ഡലത്തിലെ കാര്യങ്ങളിൽ കൂടുതലധികം ശ്രദ്ധ വേണ്ട സമയമാണ്. അതിനൊപ്പം തന്നെ കുറച്ചധികം വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യം കൂടിയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്. ആദ്യത്തെ സത്യപ്രതിജ്ഞ അനുഭവം, അതിൽ നിന്നും തുടങ്ങാം ശ്രീ വി കെ സനോജ്. നിയമസഭയിലേക്ക് എത്തി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു പുതിയ അനുഭവമാണ്. നിയമസഭയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അനുഭവം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ നിയമസഭക്കകത്ത് കയറി ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും, ഈ രൂപത്തിലുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്നതങ്ങനെ പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കുടുംബത്തോടൊപ്പം അവിടെ പങ്കെടുത്തു. പുതിയ അനുഭവമായിരുന്നു അങ്ങനൊരു. തീർച്ചയായും ശ്രീ വി കെ സനോജ്, ഇപ്പോൾ 35 അംഗങ്ങൾ മാത്രമാണ് ഇടതുപക്ഷത്ത്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുന്ന ആളുകളിലേക്കും കൂടി കൂടുതൽ ശ്രദ്ധ വരും. ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ 102 അംഗങ്ങളെ നേരിടാൻ ഈ വശത്തുള്ള 35 അംഗങ്ങൾ മതിയാകുമോ? തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നിര എന്ന് പറയുമ്പോൾ 57 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാമുള്ള ചെറിയ പ്രതിപക്ഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെറിയ അംഗങ്ങളുള്ള പ്രതിപക്ഷം നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ കൂടി അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരുന്ന ആളുകൾ ഭരണപക്ഷത്തേക്ക് മാറിയ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ സജീവമായി ഏറ്റെടുത്ത പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് 1977 ഇതിനേക്കാൾ കുറവ് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷ നിരയിൽ. പക്ഷെ അന്ന് ശക്തമായി ഈ വലതുപക്ഷത്തെ അപ്പുറത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തെ നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 35 എന്നതൊരു ചെറിയ നമ്പറല്ല. ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ക്ലാരിറ്റി, അത് ഉയർത്തിപ്പിടിക്കുന്ന സത്യം, അതെല്ലാം ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഈ 35 അംഗങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്കൊരു പരിമിതിയല്ല ഒരു പ്രതിപക്ഷത്തിരിക്കാൻ. ഓക്കെ, വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങ് പൂർത്തിയായിക്കോളൂ. അതെ, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 10 വർഷം മുഖ്യമന്ത്രിയായി ഈ കേരളത്തെ നയിച്ച ഒരാൾ പ്രതിപക്ഷ നിരയിൽ ഇരുന്ന് ഈ 35 അംഗ സംഘത്തെ നയിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അംഗസംഖ്യ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. വ്യക്തമാണ്. ശ്രീ വി കെ എസ്, ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ നൽകുക, അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുക, ആ ഒരു ട്രെൻഡ് സമീപകാലത്ത് ചെയ്ത് കാണിച്ച സർക്കാരായിരുന്നു പിണറായിയുടേത്. അതേ ശൈലി ഇപ്പോൾ VD സതീശനും പറയുന്നുണ്ട്. പ്രകടന പത്രികയിലും ഗ്യാരണ്ടിയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം. അതിൽ 2 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഇപ്പോൾ പഴയ സർക്കാരിൻ്റെ കാലത്ത് ക്ലോസ് ചെയ്ത പല ഫയലുകളും തുറക്കുകയാണ്. പഴയ സർക്കാർ കൊണ്ടുവന്ന പല വൻകിട പദ്ധതികളും ഇനി ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? തുടക്കം മുതൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം ചില ഫയലുകൾ ക്ലോസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ പുരോഗതിയെ ഏറ്റവും നല്ല നിലയിൽ സ്വാധീനിക്കുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. അപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുടെ ഫയൽ ക്ലോസ് ചെയ്തു, ഇനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം ഇവിടെ കൊടുക്കാതിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന പല തലത്തിലും കാണിച്ചുള്ള വിരോധം നമുക്കറിയാം. സാമ്പത്തിക വിരോധത്തിന് ഉൾപ്പെടെ കാര്യങ്ങൾ നമുക്കറിയാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം വലിയ രൂപത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അപ്പം അതിൽ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടുള്ള ഇടപെടൽ നടത്തി. പിണറായി വിജയൻ്റെ കാലത്ത് ഇത്തരം വികസന പദ്ധതികളൊന്നും വേണ്ടതില്ല, പിണറായി വിജയൻ തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ ചെയ്യില്ല
എന്ന വാശിയാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ലൈഫ് പദ്ധതി അത് ഉപേക്ഷിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നല്ല പദ്ധതികളെ ഉപേക്ഷിക്കുന്നു, അതിന് തുടർച്ച ഉണ്ടാക്കുന്നില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമായി തോന്നുന്നില്ല. പിന്നെ പ്രതികാര ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് നമ്മൾ അതിൻ്റെ ചില തുടക്കം കണ്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കാത്തിരുന്നു കാണാം എന്ന് മാത്രമേ ആ കാര്യം സംബന്ധിച്ച് ഇവിടെ പറയാനുള്ളൂ. പിന്നെ വലിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ 3000 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ആദ്യം ഇടതുപക്ഷം വരുന്ന കാലത്ത് എത്രയായിരുന്നു ആശാവർക്കർമാർ കൊടുത്തതെന്നും 21,000 കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 3,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇടതുപക്ഷമാണ് കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്തു എന്ന ഒരു അനുഭവം ഉള്ളൂ. നമ്മളിപ്പം ആദ്യം ഘട്ടത്തിൽ 600 കാര്യങ്ങൾ പറഞ്ഞു, 600-ലേറെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം ഗവൺമെൻറ് 900 കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് 900 കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും അവതരിപ്പിച്ചിട്ടാണ് പോയത്. പലപ്പോഴും മിക്ക വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് അതൊക്കെ ഇലക്ഷൻ സമയത്ത് ഞങ്ങളിങ്ങനെ പലതും പറയും, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് നേതാക്കന്മാർ, വലതുപക്ഷ നേതാക്കന്മാർ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് ഇതൊരു പുതിയ മാതൃക ഇടതുപക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മാതൃക അനുകരിക്കാൻ UDF തയ്യാറാവുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ ആ രൂപത്തിലുള്ള ഒരു പോക്കല്ല കാണുന്നത് എന്ന ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ CPIM തോൽവിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അംഗങ്ങൾക്ക് നിർഭയം വിമർശിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. പല വിമർശനങ്ങളും വാർത്തകളായി വരുന്നുമുണ്ട്. ഇപ്പം ഈ വിമർശനങ്ങളൊക്കെയും പിണറായി വിജയൻ, MV ഗോവിന്ദൻ ഇവരെ മാത്രം കോർണർ ചെയ്യുന്നുണ്ട്, അങ്ങനെ അങ്ങേക്കൊരു തോന്നലുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഏതെങ്കിലും ഒരാളുടെ മുകളിൽ ചാരി ഈ പരാജയത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതെല്ലാം മറച്ചു വെക്കാം എന്നൊന്നും ധരിക്കുന്നേയില്ല. പിന്നെ ഈ പുറത്തു വരുന്ന വാർത്തകളൊന്നും യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ ഓരോ ചാനലും ഇറക്കുന്ന വാർത്താ കാർഡ് കണ്ടാൽ തോന്നും ആ കമ്മിറ്റി യോഗത്തിൽ നിങ്ങളുടെ പ്രതിനിധി പോയി ഇരുന്നു, അവരതെല്ലാം നേരിട്ട് കേട്ടു എന്നാണ്. എല്ലാം ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കുന്ന പലവിധ വ്യാഖ്യാനങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നെ ഞങ്ങളെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റി ചേരുന്നത് പിന്നെ വിമർശനങ്ങളും സ്വയം വിമർശനവും എല്ലാം നടത്താനല്ലേ. അല്ലെങ്കിൽ കമ്മിറ്റി ചേരുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് പണ്ടേ കടുത്ത വിമർശനങ്ങളുണ്ടാവും. നേതൃത്വത്തെ വിമർശിക്കും, നേതൃത്വത്തെ തിരുത്തും, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും മുന്നോട്ട് പോകാറുള്ളത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ഗൗരവത്തിൽ, കുറേ കൂടി സമയമെടുത്ത് അതുമായി ബന്ധപ്പെട്ട അവലോകനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവലോകനം എല്ലാം പൂർത്തീകരിച്ച് ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കും. അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യും. അതിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അതാണ് ജനാധിപത്യപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നിലയിൽ ചെയ്യാൻ വേണ്ടി കഴിയുക. അതിനകത്ത് വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് മാത്രമേ വിമർശനമുള്ളൂ എന്നൊക്കെ തെറ്റായ വ്യാഖ്യാനമാണ്. അത് കുറേ കാലമായി ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതൃനിരയിൽപ്പെട്ട ആളുകളെല്ലാം പലതരത്തിലും ഇത്തരം വാർത്തകൾ കൊടുത്ത് വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ. നമുക്കറിയാലോ, എത്രയോ വർഷമായി അദ്ദേഹത്തെ ഇത്തരം വാർത്തകൾ കൊണ്ട് വേട്ടയാടാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ ഒരു ഇഞ്ച് പോലും ഒരു ഘട്ടത്തിലും ഇത്തരം മാധ്യമ വാർത്തകൾക്ക് മുന്നിൽ ഭയപ്പെടുകയോ പേടിച്ച് കീഴടങ്ങുകയോ ചെയ്ത അനുഭവം, ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇത്തരം വാർത്തകളെയും ഈ കുപ്രചരണങ്ങളെല്ലാം അതിജീവിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഓക്കെ, ശ്രീ VK സനോജ്, ഇപ്പോൾ നമുക്കറിയുന്ന പോലെ MLA-മാരുടെ ബലം കുറവാണ് ഇത്തവണ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. സഭയിലും അങ്ങനെ തന്നെയാണ്, 35 വരെ ഉള്ളൂ. പക്ഷേ നയിക്കുന്നത് പിണറായി വിജയനാണെന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, തലയെടുപ്പുള്ള ഒരു നേതാവ്, അദ്ദേഹം തന്നെ ഈ 35 അംഗങ്ങളെയും നിയമസഭയിൽ പ്രതിപക്ഷ നിരയിൽ ഇരുന്നു കൊണ്ട് നയിക്കാൻ പോവുകയാണ്. അപ്പം സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ശേഷം നിങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നോ? ഈ എങ്ങനെ മുന്നോട്ട് പോകണം, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വേണം സഭയിൽ പെരുമാറേണ്ടത്, അക്കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം തരികയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളെല്ലാം കൂടിയിരിക്കും. ഇടതുപക്ഷം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാവും. ഓരോ വിഷയങ്ങൾ സംബന്ധിച്ചും ചർച്ച ചെയ്യും. അതിനകത്ത് എങ്ങനെയെല്ലാം ഇടപെടണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയും. ഇത്തരം കാര്യങ്ങളെല്ലാം സാധാരണ നിലയിൽ നടക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇനിയും
തുടങ്ങിയാലേ ഉള്ളൂ. ഇനിയും അത്തരം കാര്യങ്ങളെല്ലാം ആ രൂപത്തിൽ തന്നെ നടക്കും. ഓക്കെ, ശ്രീ വി കെ സനോജ്, ഇപ്പം സമൂഹ മാധ്യമങ്ങളാണ് ഇത്തവണ UDF കരുത്തായതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം CPIM ലക്ഷ്യമിട്ട് UDF ഉന്നയിച്ച പല വാദങ്ങളും അത് ട്രെൻഡിങ് ആയിപ്പോയി. ഇവിടെ CPM ഈ കാര്യത്തിൽ കുറച്ചൊന്ന് പിന്നിലായിപ്പോയി എന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഇനി ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? അല്ലേ, UDF ഈ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള നുണപ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. ആ നുണപ്രചരണം നടത്താൻ വേണ്ടി അവർ പ്രധാനമായും ആശ്രയിച്ചത്, ഇടതുപക്ഷത്തിനെതിരായ ഒരു പ്രൊപ്പഗണ്ട നിർമ്മിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും അവർ ആശ്രയിച്ചത്, ഉപയോഗപ്പെടുത്തിയത് സാമൂഹ്യ മാധ്യമങ്ങളെയാണ്. അപ്പോൾ ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു നില നമുക്കറിയാലോ. അപ്പോൾ കൂടുതൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക്, കൂടുതലും ഇത്തരം പ്രൊഫഷനുകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പണം കൊടുത്ത് കനകോലുവിനെ പോലെയുള്ള ഇത്തരം ആളുകളെ അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ വേണ്ടി ഇടപെടൽ നടത്തിയത്. അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതിനകത്ത് ഞങ്ങൾ നല്ലതുപോലെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശക്തമായ സംവിധാനം ഈ മേഖലയിൽ ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാവും. ഇത്തരം ശ്രീ വി കെ സംഘ, ഇപ്പോൾ ഈ ഇടപെടലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ, ഇപ്പം വർഗീയത നിറഞ്ഞാടിയ തിരഞ്ഞെടുപ്പാണ് ഇത്. അങ്ങനെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ തോൽവിയെ വിലയിരുത്തിയത്. ഇടതുകക്ഷികൾ തന്നെ ഈ വിലയിരുത്തലിനെ വിമർശിക്കുന്നതും കണ്ടു. പാർട്ടി കോട്ടകളിൽ നിന്ന് പോലും വോട്ട് ചോർന്നു എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കുമ്പോഴും അതിൽ നിന്നും പാഠം പഠിക്കണ്ടേ പാർട്ടി? അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത നിറഞ്ഞാടിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? പക്ഷെ വർഗീയത നിറഞ്ഞാടിയത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഈ നിലയിലായത് എന്നും കെ രാഗേഷ് പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മുസ്ലിം ലീഗ് വർഗീയമായ പ്രചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് SIR ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിട്ട് പറഞ്ഞെന്താണ്? പിണറായി വിജയനാണ് SIR കൊണ്ടുവന്നത് എന്നാണ്. അത് വർഗീയതയല്ലേ? പിണറായി വിജയൻ കേരളത്തിലെ ഈ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി RSSുമായി ഡീലുണ്ടാക്കിയിട്ടുണ്ടെന്നും ആ RSS ഡീലിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ മുൻകൈയെടുത്തിട്ടാണ് SIR നടപ്പാക്കിയത് എന്ന പച്ചക്കള്ളം കേരളത്തിലെ വീട് വീടാന്തരം കയറിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഈ വലതുപക്ഷമെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് വർഗീയതയല്ലേ? സഖാവ് VPP മുസ്തഫയ്ക്കെതിരായിട്ട് അദ്ദേഹം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ലീഗിലുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ലീഗിൻ്റെ യോഗത്തിന് പോയിട്ട് അവിടെ ഇരുന്നപ്പോൾ മുസ്തഫയ്ക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കൾ വന്ന് പ്രസംഗിച്ചത് പച്ച വർഗീയതയാണ്. അത് ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്നുണ്ട്. ആര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്നത്, എൻ്റെ അടുത്ത ബന്ധു ലീഗിൻ്റെ പ്രവർത്തകയായ ഒരു സ്ത്രീ ആ യോഗത്തിൽ പോയപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ ബന്ധുവായ മുസ്തഫയ്ക്കെതിരായിട്ട് ഇത്രമാത്രം കടുത്ത പ്രചരണമാണ് നടത്തുന്നത്. അത് വർഗീയതയല്ലേ? നാദാപുരത്ത് പള്ളിയുടെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെയുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി, അമ്പലത്തിൻ്റെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ LDFൻ്റെ സ്ഥാനാർത്ഥി അല്ലേ? അപ്പോൾ പള്ളിയുടെ ചിഹ്നം, ഇത്തരം കാര്യങ്ങളുടെ ചിഹ്നം ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? മതമല്ല പ്രശ്നം എന്ന് വിളിച്ച ഈ കേരളത്തിൽ മതമാണ് പ്രശ്നം എന്ന് പരസ്യമായി പ്രസംഗിച്ചത് വർഗീയതയല്ലേ? അതിന് വർഗീയത എന്നല്ലേ പറയുക? അപ്പം മതത്തെ, വിശ്വാസത്തെ ഫലപ്രദമായി പല സ്ഥലത്തും ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഉപയോഗപ്പെടുത്തിയിട്ട് ലീഗിൻ്റെ അണികളോട് വർഗീയമായി വോട്ട് ചെയ്യാൻ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും അതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടെന്ന് വിലയിരുത്തലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് വർഗീയത നിറഞ്ഞാടിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ മുൻനിർത്തിയിട്ടൊരു തെറ്റായ വ്യാഖ്യാനമുണ്ടാക്കി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയെ കടന്നാക്രമിക്കുന്ന ഒരു നില ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പിന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയും, ഞങ്ങളുടെ വിലയിരുത്തൽ പറയും. ആ വിലയിരുത്തലിന് ആവശ്യമായിട്ടുള്ള യോഗങ്ങൾ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വർഗീയതയെല്ലാം ഫലപ്രദമായി UDF കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. വ്യക്തമാണ്. നിരവധി ഉദാഹരണങ്ങൾ ഇനിയും പറയാനുണ്ട്, ഞാനത് ഈ ഘട്ടത്തിൽ പറയുന്നില്ല.
ഓക്കെ. ശ്രീ വി കെ സനോജ്, ഇപ്പം ഡിവൈഎഫ്ഐയിലേക്ക് വന്നാലേ, ഡിവൈഎഫ്ഐ ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, പക്ഷെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാറുണ്ട്. ഇപ്പം സമ്മേളന കാലമാണ്, ഭരണം ഡിവൈഎഫ്ഐയെ ക്ഷീണിപ്പിച്ചു എന്നൊരു തോന്നലുണ്ടോ? അത്തരം പ്രവർത്തനങ്ങൾ കൂടി സമ്മേളനങ്ങൾ വിലയിരുത്തുമോ? ഭരണം അങ്ങനെ ഡിവൈഎഫ്ഐയെ ക്ഷീണിപ്പിച്ച പ്രശ്നമൊന്നുമില്ല. പൊതുവേ നമ്മുടെ സമൂഹത്തിനകത്ത് വലതുപക്ഷ ആശയത്തിന് മേൽക്കൈ ഉണ്ടാവുകയാണ്. അത് സർവ്വദേശീയ തലത്തിലും ദേശീയ തലത്തിലും അതിൻ്റെ പ്രതിഫലനം നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കി എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. അപ്പോൾ ഒരു സത്യാനന്തര കാലത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഓരോ മതനിരപേക്ഷവാദിയും ഓരോ ജനാധിപത്യ വിശ്വാസിയും കരുതലോടെ ഇടപെടൽ നടത്തേണ്ട സന്ദർഭമാണ്. അപ്പോൾ അത്തരം തെറ്റായ ഒരുപാട് വലതുപക്ഷ ആശയങ്ങൾ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഡിവൈഎഫ്ഐക്ക് ഈ 10 വർഷത്തെ ഭരണത്തിനേറ്റ ക്ഷീണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെയായത് എന്ന വ്യാഖ്യാനത്തിലേക്കൊന്നും നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. ഡിവൈഎഫ്ഐ അതിനിടപെടാൻ വേണ്ടി കഴിയുന്ന എല്ലാ മേഖലയിലും ഈ കഴിഞ്ഞ 10 വർഷവും ഡിവൈഎഫ്ഐ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ സമരപരിപാടികൾ ആ രൂപത്തിൽ നയിക്കേണ്ടി വന്നിട്ടില്ല. കാരണം യുവജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ച ഗവൺമെൻറ്റാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മുൻ വർഷത്തെ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തെ സമഗ്രമായ വികസന മുന്നേറ്റത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു 10 വർഷമായിരുന്നു. ഇങ്ങനെല്ലാമുള്ള ലോകത്തിന് തന്നെ അത്ഭുതകരമായ വികസന മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രൂപത്തിലുള്ള സമരങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായി ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല എന്നല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും ഡിവൈഎഫ്ഐ ആ നിലയിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ദുരന്ത മേഖല എങ്ങനെ ഇടപെട്ടു ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ സന്നദ്ധ മേഖലയിൽ, സേവന പ്രവർത്തനത്തിൽ, രക്തദാനത്തിൽ എല്ലാം ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത് ഈ കാലയളവിൽ ഡിവൈഎഫ്ഐ ആണ്. ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരായി നടത്തിയിട്ട് ഏറ്റവും വലിയ സമരം, അതിൻ്റെ പങ്കാളിത്തം കേരളത്തിലെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള സമരമായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഞങ്ങൾ ആ രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 10 വർഷത്തെ ഭരണം കൊണ്ട് ഡിവൈഎഫ്ഐ ക്ഷീണിച്ചു എന്ന വ്യാഖ്യാനത്തിലേക്ക് ഏതായാലും കണക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ശ്രീ വി കെ എസ്, ഇപ്പം വിവാദങ്ങളിലേക്ക് വന്നാൽ, ഇപ്പം നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്യുന്ന വലിയ കാര്യങ്ങളിൽ ഒന്ന് രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിലാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം സാധാരണ അങ്ങനെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമല്ല, എപ്പോഴും വർക്കിംഗ് ഡേയ്സിലാണ് തുടങ്ങുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഇന്നിപ്പോൾ സെക്രട്ടറിയായിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ എന്തെങ്കിലും ഉപകാരസ്മരണയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് UDF-ന്റെ പ്രതിരോധം, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു കാര്യമല്ല, ഇത് നയനാർ സർക്കാരിലടക്കം ഇക്കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അങ്ങേക്ക് എന്താ തോന്നുന്നത്? അല്ല, നമ്മളിപ്പോൾ അധികം പഴയ കാലത്തിലേക്ക് പോവാതെ ഇപ്പോൾ ഇവരുടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ടല്ലോ. രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസ്താവന കൂടുതൽ വലിയ കള്ളത്തരം നടത്തുന്നയാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നാണ്. ഇതെപ്പോഴാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? അത് ബംഗാളിൽ അല്ലേ, സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ബംഗാളിലെ ഇലക്ഷൻ നിയന്ത്രിച്ച ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ചപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ഈ ഗവൺമെൻറ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണറുടെ തന്നെ നിയമിക്കുന്നു എന്നത് ബംഗാളിലെ സ്റ്റേറ്റ്മെൻറ്റ് ബാധകാവില്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനുള്ള പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പദവി കൊടുത്തത് എന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആ കാര്യം വ്യക്തമാക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇവിടെ BJP-യുടെ സീലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫയലിൽ പലപ്പോഴും പതിച്ചിട്ടുള്ളത്. ഇപ്പോൾ BJP ഓഫീസ് ഏത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് ഏത് എന്ന് തിരിച്ചറിയാത്ത വിധത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചത് എന്ന് ഇതിൽ പരം വേറെ തെളിവ് ആവശ്യമുണ്ടോ? ഇപ്പോൾ BJP-യുടെ സീലടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫയലുകൾ അപ്പുറം ഇപ്പുറം കൈമാറിയ ആ അനുഭവം അധികകാലം മുന്നേ അല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാളെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സെക്രട്ടറിയായിട്ട് കടന്നു വരുന്നത്? അതിന് പിന്നിലുള്ള ഡീൽ എന്താണ്? അതിൻ്റെ പ്രത്യുപകാരത്തിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ എന്ത് ഉപകാരമാണ് നിങ്ങൾക്ക് ഇവർ ചെയ്തു തന്നത് എന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഞങ്ങൾ കിട്ടണ്ടേ? ഞങ്ങൾക്കല്ല, ജനങ്ങളോട് പറയണ്ടേ ഇവർ എന്താണെന്ന്? അതാണ് അതിനകത്തുള്ള പ്രശ്നം. യെസ്. ശ്രീ വി കെ സനോജ്, ഒരു കാര്യം കൂടെ ചോദിച്ചു ഞാനിപ്പോൾ അങ്ങേ ഫ്രീ ആക്കാം. ഇപ്പം മട്ടന്നൂർ KK ശൈലജ ടീച്ചർ 60,000 വോട്ടിന് ജയിച്ചൊരു സ്ഥലമാണ്. അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ ഇനി കൂടുതൽ പ്രവർത്തനം വേണം. മണ്ഡലത്തിന് വേണ്ടി
എന്തൊക്കെയാണ് MLAയുടെ മനസ്സിലുള്ള പദ്ധതികൾ? ഞങ്ങളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആളുകളുടെ അഭിപ്രായം ശേഖരിച്ചു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സെമിനാർ നടത്തി. ആ സെമിനാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിലൊരു പ്രകടന പത്രികയായിട്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പം അതിനകത്ത് അവിടെ ഇപ്പോൾ തുടങ്ങി വെച്ച വലിയ ധാരാളം പദ്ധതികളുണ്ട്. ഒന്ന്, വിമാനത്താവളമുള്ള ഒരു മണ്ഡലമാണ്. ആ വിമാനത്താവളത്തെ ബേസ് ചെയ്തുകൊണ്ട് വ്യവസായ പാർക്ക് കിൻഫ്ര അതിനുവേണ്ടി ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്ത ഭൂമി ആ കിൻഫ്രയുടെ പാർക്ക് യാഥാർത്ഥ്യമാക്കുക. ആ പാർക്ക് യാഥാർത്ഥ്യമായാൽ മണ്ഡലത്തിലെ തന്നെ ധാരാളം ചെറുപ്പക്കാർക്ക് അവിടെ തൊഴിൽ കിട്ടും. അവിടെ വലിയ സംരംഭങ്ങൾ വരുമ്പോൾ അതിന് അനുബന്ധമായിട്ട് മറ്റ് ചില കാര്യങ്ങളെല്ലാം അവിടെ വരും. പിന്നെ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. ആ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന ടൂറിസം നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ അവിടെ ഈ പുരളിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അവിടെ കേന്ദ്രീകരിച്ച് ഒരു അന്താരാഷ്ട്ര യോഗ പഠന കേന്ദ്രം അതിന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ യോഗ പഠന കേന്ദ്രം അവിടെ യാഥാർത്ഥ്യമായാൽ അവിടെയും ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനനുബന്ധമായ ചില സംരംഭങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സ്പോർട്സ് സെൻറ്റർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഇപ്പം തന്നെ നിരവധി കാര്യങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക, അത് കൂടുതൽ വിപുലീകരിക്കുക, അതിനനുബന്ധമായി കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം സ്വകാര്യ അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികളുടെ എണ്ണം കുറയുകയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നിലനിർത്തുക, അത് മണ്ഡലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവ് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്ലാസ് മുറികൾ, അതുമായി ബന്ധപ്പെട്ട ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ AI കാലമാണ്. അപ്പോൾ AI റോബോട്ടിക് ലാബുകൾ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠന പദ്ധതികൾ സ്കൂളുകളിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ KG ക്ലാസ് മുതൽ തന്നെ AI പഠിപ്പിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലോ മറ്റോ ഒരു പുസ്തകത്തിൽ ഒരു പാഠം മാത്രമാണ് AI കുറിച്ചുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ KG ക്ലാസ് മുതൽ AI പഠനം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളാണ് മനസ്സിലുള്ളത്. മനസ്സിലുള്ള പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം ശ്രീ VK സനോജ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് ഇന്നൊരു നല്ല ദിവസമാകട്ടെ. തുടർന്നുള്ള 5 വർഷം പുതിയ ഒരു നിയോഗമാണ്, ജനങ്ങളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് അതിഗംഭീരമായി മനസ്സിലുള്ളതിനേക്കാൾ മനോഹരമായി തന്നെ പൂർത്തിയാക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.